രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ഇടത് സ്വതന്ത്രനാണ് മത്സരിച്ചിട്ടുള്ളത്. നേരത്തെ കോൺഗ്രസിലുണ്ടായിരുന്ന അസംതൃപ്തിയുള്ള ആളുകളൊക്കെ തന്നെ ഇടത് പാളയത്തിലെത്തിച്ച് മത്സരിപ്പിച്ചൊരു ചരിത്രം നിലമ്പൂരിനെ സംബന്ധിച്ച് ഇടതുപക്ഷത്തുണ്ട്. ഇത്തവണ ആ പരീക്ഷണങ്ങളൊക്കെ പ്രതീക്ഷിക്കാമോ? അല്ല, ഏത് പരീക്ഷണം വേണമെന്നുള്ളത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുക്കേണ്ട കാര്യങ്ങളാണ്. അത് ഒരു തെരഞ്ഞെടുപ്പിലുള്ള പരീക്ഷണം അടുത്ത തെരഞ്ഞെടുപ്പിലുണ്ടാവില്ല. ഇതുവരെയാണ് തെരഞ്ഞെടുപ്പ്. ഓരോ തെരഞ്ഞെടുപ്പിനും ഓരോ രീതിയും അന്നത്തെ സാഹചര്യത്തിനനുസരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒന്നിനെ വെച്ച് മറ്റൊന്നിനെ വിലയിരുത്താൻ വേണ്ടി കഴിയില്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിലമ്പൂരിൻ്റെ സാഹചര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള നിലപാടുകൾ ഞങ്ങൾ സ്വീകരിക്കും. നിലമ്പൂരിൽ LDF തുടരും, നിലമ്പൂർ വളരും, അതാണോ മുദ്രാവാക്യം? ചുവരെഴുത്തിലൊക്കെ കണ്ടു. അതും ആവാം. പക്ഷേ പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി വേണ്ടതല്ലേ? പാർട്ടി ചിഹ്നത്തിലാണോ സ്വതന്ത്രനാണോ എന്നുള്ളത് നമ്മൾ നിശ്ചയിച്ചിട്ടില്ല. രണ്ടും ആവാം. ഈ ബൈപ്പാസിന്റെ പ്രഖ്യാപനമൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരു പ്രഖ്യാപനം ഉണ്ടാകും, പക്ഷെ അത് നടപ്പിലാകാതെ ഒരു സാഹചര്യമുണ്ടെന്ന് ജനങ്ങൾ പറയുന്നുണ്ട്. ഇത്തവണ ജനങ്ങളോട് എന്താണ്, കൃത്യമായിട്ട് നടപ്പിലാക്കപ്പെടുമോ? അതിൽ പ്രഖ്യാപനം മാത്രമല്ലല്ലോ, അതിനു വേണ്ടിയുള്ള പണം നീക്കിവെച്ചല്ലോ. അത് തെളിവായിട്ട് വന്നിട്ടുണ്ടല്ലോ. അവിടെ പ്രഖ്യാപനം മാത്രമല്ല, അതിന് പണം നീക്കിവെച്ചു. അതിൻ്റെ നടപടികൾ നടന്നു തുടങ്ങി. ഇത്തവണ നടപ്പിലാക്കപ്പെടും തീർച്ചയായിട്ടും. നിലമ്പൂർ ഗവൺമെന്റ് കോളേജിനും തുക പ്രഖ്യാപിച്ചിരുന്നു. നിലമ്പൂർ ഗവൺമെൻറ് കോളേജിന് തുക പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ സ്ഥലമെടുപ്പ് പൂർത്തീകരിക്കുന്ന ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതും പൂർത്തീകരിക്കും. മലയോര ഹൈവേയുടെ ഉദ്ഘാടനം സമീപകാലത്തായിരുന്നു നടന്നിരുന്നത്. അതുൾപ്പെടെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് മുതൽക്കൂട്ടാകും. മലയോര ഹൈവേയും നിലമ്പൂരിലെ ആശുപത്രി വികസന പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനവും കവളപ്പാറ ദുരന്തത്തിൽ അകപ്പെട്ടുള്ള ആളുകളുടെ പുനരധിവാസവും അതിൽ തകർന്നു പോയിട്ടുള്ള പാലങ്ങളും എല്ലാ കാര്യങ്ങളുമുണ്ട്. ഇതെല്ലാം തന്നെ കഴിഞ്ഞ 8 വർഷത്തിൻ്റെ ഉള്ളിൽ നടപ്പിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. അതെല്ലാം ആ മണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത വികസന കുതിപ്പാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ വലിയൊരു ഭൂരിപക്ഷമാണ് UDF നിലമ്പൂർ മണ്ഡലം മാത്രം നൽകിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു UDF ചായയിൽ നിൽക്കുന്ന ഒരു മണ്ഡലത്തിൽ 2700 വോട്ടുകൾക്ക് അടുത്ത കഴിഞ്ഞ പ്രാവശ്യം LDF വിജയം ആ MLA എതിർപ്പാളയത്തിലുമാണ്. പിന്നെയും ഏതൊക്കെ ഫാക്ടറുകളാണ് പ്രതീക്ഷ നൽകുന്നത്? പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പും ഇതും തമ്മിൽ ഇതിനെ കൂട്ടിയോജിപ്പിക്കേണ്ട. കാരണം അതിനു മുമ്പ് ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടന്നല്ലോ. അതിനുശേഷമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. അവിടെയല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലമ്പൂരിൽ വീണ്ടും വിജയിച്ചിട്ടുള്ളത്. അപ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഇതും തമ്മിൽ കൂട്ടിയോജിപ്പിക്കേണ്ട. അത് രണ്ട് രാഷ്ട്രീയ നിലപാടുകളുടെയും ഭാഗമായിട്ടാണ്. അപ്പോൾ ഇവിടെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, അതിൻ്റെ രാഷ്ട്രീയം, ഈ കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിടുന്നത്. ഈ ജമാഅത്തെ ഇസ്ലാമി SDPI പോലുള്ള സംഘടനകളുടെ വോട്ട് വളരെ നിർണായകമാണല്ലോ. അത് അവർ UDFനെ സഹായിക്കുന്ന രീതിയിലേക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിലുള്ള പ്രകടനങ്ങളെല്ലാം വന്നു തുടങ്ങി. അത് CPM പ്രതിസന്ധിയിലാക്കില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തെ ഇസ്ലാമി SDPI മറുഭാഗത്താണ് എന്നുള്ളത് തെളിയിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധിയിലല്ല. അത് പ്രതിസന്ധിയിലാക്കുന്നത് UDFനെയാണ്, കോൺഗ്രസിനെയാണ്. ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടും SDPIയുമായിട്ടുള്ള കൂട്ടുകെട്ട് പ്രതിസന്ധിയിലാക്കുന്നത് കോൺഗ്രസിനെയും ലീഗിനെയുമാണ്. ആ കൂട്ടുകെട്ടിനെതിരായുള്ള ശക്തമായ മതനിരപേക്ഷ മുന്നണിയെയാണ് ഇടതുപക്ഷം പ്രതിദാനം ചെയ്യുന്നത്. മതനിരപേക്ഷതയ്ക്ക് വിള്ളലേൽക്കാൻ ഒരു കൂട്ടരെ അനുവദിക്കില്ല എന്ന നിലപാടാണ് ഈ കാര്യത്തിലൂടെ ഇടതുപക്ഷം സ്വീകരിക്കുന്നത്. ജമാഅത്ത് ഇസ്ലാമിയുടെ SDPIയുടെയും വോട്ട് ഇടതുപക്ഷത്തിന് വേണ്ട, നിലമ്പൂരിൽ പിന്തുണ തന്നെ വേണ്ട. അല്ല, ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. പിന്നെ ഞങ്ങൾ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്നവരാണ്. കാര്യം നിലമ്പൂരിനെ സംബന്ധിച്ച് തുടർച്ചയായിട്ട് ഉപതെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ജനങ്ങളിൽ ഒരു മടുപ്പ് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുണ്ടെന്നൊരു വിലയിരുത്തലുണ്ട്. പാർട്ടിയെ അപ്പോൾ സ്വാഭാവികമായിട്ട് അത് പോളിംഗ് ശതമാനത്തെ ഉൾപ്പെടെ ബാധിക്കും എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അല്ല, അതിൽ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങളുടെ മുമ്പിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. ആ അടിച്ചേൽപ്പിക്കപ്പെട്ടുള്ള തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് വന്നത്? വലതുപക്ഷവുമായി ഉണ്ടാക്കിയുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ്. അവിടെ ജനങ്ങൾ ആ വലതുപക്ഷവുമായി ഉണ്ടാക്കിയുള്ള ഗൂഢാലോചനയെ, അവരെ ചതിച്ചതിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധം ഇവിടെ രേഖപ്പെടുത്തും ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന്. അല്ല, ഇത് നമ്മൾ നേരത്തെ നിശ്ചയിച്ചിട്ടുള്ള യോഗം. തെരഞ്ഞെടുപ്പ് എന്തായാലും സർക്കാരിൻ്റെ വിലയിരുത്തലാകുമെന്ന് 100% ഉറപ്പാണ്. ആവട്ടെ, അഭിമാനത്തോടു കൂടിയിട്ട് ഞങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ നേരിടുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.